ഇതാണ് എൻ്റെ കൈകളെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, 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 കൊണ്ട് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാദപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടെന്ന് വചനത്തിലുണ്ട്. കർത്താവിനോട് പറയണം. അപ്പൊ ചില കേസ് കർത്താവ് പെട്ടെന്ന് സൗഖ്യമാണ്, ചില കേസിന് കർത്താവ് പറയും എൻ്റെ കൃപ കുറച്ച് പറഞ്ഞാണ് നമുക്ക് മതി. അപ്പൊ അങ്ങനെയാണ് പിന്നെ കൃപയ്ക്ക് വേണ്ടി അപേക്ഷിക്കല്ലേ നല്ലത്, അല്ലേ? സ്വതം 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 കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ ഈ മക്കൾക്ക്, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ മക്കൾക്ക്. ഈ തോട്ടത്തിൽ പരിശുദ്ധരുണ്ട്
Hallelujah.
ഒരിക്കൽ കൂടെ കൈയുയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. എബ്രായലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമായി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. കർത്താവ് ഇങ്ങനെ മനസ്സിൽ തന്ന ഒരു ചെറിയ ദൂത് പറയാം. അതിതാണ് സന്തോഷവും സന്താപവും ഒരുമിച്ച് അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, അത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റു പറയാം. സന്തോഷവും സന്താപവും ഒരുമിച്ച് അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇനി എല്ലാവരും ചേർന്നൊന്ന് പറഞ്ഞാട്ടെ. ആമേൻ. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തു. നമ്മുടെ ഏതൊരു കാര്യത്തിനും നമുക്കൊരു മാതൃക വേണം, മോഡൽ. കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ കാണിക്കുന്നത് കണ്ടോണ്ട് അവർ കാണിക്കും. നമുക്ക് നമ്മുടെ മാതൃകാ പുരുഷന്റെ മുഖത്തേക്ക് നോക്കാൻ പറയുക. നോക്കാനായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുക. വാക്യം കേട്ടല്ലോ. എവിടെ നോക്കണം? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം കണ്ടല്ലോ. സന്തോഷം. അടുത്ത എന്നതാണ് അപമാനം. രണ്ട് സാധനം ഒരുമിച്ച് വന്നാണ്. സന്തോഷവും അപമാനം ഒരുമിച്ച്. അതിൻ്റെ കൂടെ വേറെ എന്നാ വന്നു? ക്രൂശും വന്നില്ലേ? ക്രൂശെന്ന് പറഞ്ഞാൽ അതികൊള്ളൊന്നുമില്ല അല്ലേ? ക്രൂശിനകത്ത് നിന്ദയുണ്ട്, അപമാനമുണ്ട്, ഭാരമുണ്ട്, വേദനയുണ്ട്, അവഗണനയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാവിധ കയ്പും നിറഞ്ഞ ഒരു പാനപാത്രമാണ് ക്രൂശ്. അപ്പൊ 3 സാധനം ഒരുമിച്ച് അനുഭവിക്കുന്ന ഒരാളെ ബൈബിളിൽ നമ്മൾ കാണുന്നു. ആ ആളുടെ പേരെന്നാണ്? കർത്താവായ യേശു. അദ്ദേഹമാണ് നമ്മുടെ മാതൃക. നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന പിള്ളേരെ നമ്മുടെ മാതൃകയിൽ. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവല്ലയിൽ പോയപ്പോൾ നിക്കുനെ കാണാൻ പോയി. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാസ്ക് വയ്ക്കടാ അത് TV പുറത്തേക്ക് വിളിച്ചു. ഞാൻ തിരിഞ്ഞു പോയി. അപ്പച്ചൻ വെച്ചിട്ടില്ല. എന്നാ ചെയ്യണം? മുഴുവൻ കാര്യവും നമ്മൾ ചെയ്ത് നോക്കി പിള്ളേർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പിള്ളേരോട് അധികം പറയണ്ട, നമ്മളൊക്കെ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്കൊരു മാതൃക വേണം അല്ലേ? ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ പേരൻസിനെ നോക്കി പഠിക്കുന്നു, അധ്യാപകരെ നോക്കി പഠിക്കുന്നു, പാസ്റ്റർമാരെ നോക്കി പഠിക്കുന്നു. സ്തോത്രം. ഇതുപോലെ തന്നെ നമ്മൾ ആത്മലോകത്തിലേക്ക് ജനിച്ചു. ആ ജനനത്തിന്റെ പേരെന്താണ്? വീണ്ടും ജനനം. 1 പത്രോസ് 2:1 തന്നെ പറയുന്നത് എടുക്കണ്ട, ഓർത്താൽ മതി. ഇപ്പോൾ ജനിച്ച ശിശുക്കളാണ് നമ്മൾ. രക്ഷിക്കപ്പെട്ടവരാരാണ്? ശിശുക്കളാണ്. അപ്പൊ ഈ ശിശുക്കൾക്ക്
ആത്മീയ ശിശുക്കൾക്ക് മാതൃകയാരാണ്? കുറച്ച് പറഞ്ഞാണ് കർത്താവായ യേശു. അത് മറക്കരുത്. ആത്മീയ ശിശുക്കൾക്ക് മാതൃക പാസ്റ്ററല്ല. നമ്മൾ പാസ്റ്റർമാരെ കുറച്ചൊക്കെ മാതൃകയാക്കുമെങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകരെയൊക്കെ മാതൃകയാക്കുന്നുണ്ട്. എങ്കിൽ പോലും വേദപുസ്തക പ്രകാരം ആത്മീയ മക്കളുടെ മാതൃക യേശു ക്രിസ്തുവാണ്. അതിനെക്കുറിച്ചുള്ള വാക്യം എവിടെയാണ് കിടക്കുന്നത്? 1 പത്രോസ് 2:24 തോന്നുന്നു, അതോ 21? തന്നെ ശകാരിച്ചിട്ട് 21 ഒന്ന് വായിക്കാമെങ്കിൽ എളുപ്പമാണ്. ആ അപ്പൊ കർത്താവ് വെച്ച മാതൃക എന്താണ്? കഷ്ടതയും സന്തോഷവും നിറഞ്ഞ ഈ യാത്രയിലൂടെ സന്തോഷത്തോടെ യാത്ര ചെയ്യുക. സ്തുതിക്കും 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 സ്തുതിക്കും. ഹല്ലേലൂയ. പറയാൻ പോണ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാം? അപ്പൊ സന്തോഷം മാത്രമായിട്ട് ലഭിക്കുകയാണെങ്കിൽ എന്ത് ചിന്തിച്ചോണം? എന്തോ കുഴപ്പമുണ്ട്. കേട്ടോ എല്ലാവരും? സന്തോഷം മാത്രമായിട്ട് ഇങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഓർത്തോണം, ഞാനിപ്പോ റൂട്ടിലല്ല, റൂട്ട് മാറിയ ഓട്. കേട്ടായിരുന്നോ? ശരിക്കല്ലാരും. സന്തോഷം മാത്രമായിട്ട് ലഭിക്കുകയാണെങ്കിൽ എന്തോർത്തോണം? ഞാൻ ക്രിസ്തീയ പാതയിൽ നിന്ന് മാറിയോ ദൈവമേ പ്രാർത്ഥിച്ചോ. പക്ഷേ സന്തോഷം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. സങ്കടം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ വന്നാൽ പിന്നെ എന്നായി? വന്നാൽ അതിനെ നമ്മൾ സന്തോഷത്തോടെ എന്ത് ചെയ്യും? കൈകാര്യം ചെയ്യും. ഇതാണ് ക്രിസ്തീയ ജീവിതം. സ്തുതിക്കും സ്തുതിക്കും. ഷെയിം എന്ന് പിള്ളേരെ, കൊച്ചു പിള്ളേർ തൊട്ടേ പറഞ്ഞു പഠിക്കുന്ന ഒരു വാക്കാണ് ഷെയിം, അല്ലേ? ആ വാക്കാണ് ഇപ്പൊ ഈ 2ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ. ഇഗ്നോറിംഗ് ദ ഷെയിം. യേശു കർത്താവ് നാണക്കേടിനെ എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടില്ലെന്ന് അടിക്കുക, വിട്ടുകളയുക, മറക്കുക. അതെല്ലാം കൂടെ ചേർത്ത് അവിടെ എഴുതിയിരിക്കുന്ന അവൻ അപമാനം, അലക്ഷ്യം. അപമാനം എന്നുള്ളതിന് ക്ഷേമം തന്നെ കൊടുത്തു. ഷെയിം 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 ഷെയിം. അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം എന്ന് ആളുകൾ പറയത്തക്ക സാഹചര്യത്തിലൂടെ യേശു പോയോ? കഷ്ടം. എപ്പോഴാണ് പറയോ? കാണിക്കാം. യെശയ്യാ പ്രവചനം 52-ാം 52-ാം അധ്യായം. 52-ാം അധ്യായം ഞാൻ വായിക്കാം. 14-ാം വാക്യം. അവന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ അവൻ വിരൂപമായിരിക്കും. പകൽ നിന്നെ കണ്ട് സ്തംഭിച്ചു. എന്നോട് വായിക്കാം. നമ്മുടെ കർത്താവിന്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവന്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാർ അവൻ വിരൂപമായിരിക്കും. പലരും നിന്നെ കണ്ട് സ്തംഭിച്ചു എന്ന് പറഞ്ഞാൽ വിവസ്ത്രനാക്കപ്പെട്ടു. നമ്മളെ ഒരു പരസ്യ സ്ഥലത്ത് വെച്ച് നമ്മുടെ ഉടുപ്പ് ഒരാൾ പറിച്ചെറിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കൊരു അടി കിട്ടിയാൽ സാരമില്ല. പക്ഷെ നമ്മുടെ വസ്ത്രം ഒരാൾ പരസ്യമായിട്ട് പറിച്ചെറിഞ്ഞാൽ
നമുക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കർത്താവിൻ്റെ വസ്ത്രം അവൻ പറിച്ചു, അവനെ അർത്ഥനഗ്നനാക്കിയാണ് കുരിശിൽ തൂക്കിയത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ കാര്യമാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നവൻ അപമാനം. ആ കാര്യമാണ് എബ്രായ ലേഖനത്തിൽ ഇപ്പോൾ വായിച്ചത്. അവന്റെ രൂപം കണ്ടാൽ ആകൃതി കണ്ടാൽ ഒന്ന് നോക്കിയിട്ട് മനുഷ്യരാരും പിന്നെ എന്ത് ചെയ്തിട്ടില്ല. അവനെ കാണുന്നവർ മുഖം മറച്ചുകളെ തക്കവണ്ണം. അതെവിടെയാണ്? 53:3 വായിച്ചു. ആമേൻ. കാണുന്നവർ മുഖം മറയ്ക്കത്തക്ക. ഒന്ന് നോക്കിയിട്ട് മുഖം മറച്ചുകൊണ്ട് പോകണമെങ്കിൽ അതെന്തൊരു കിടപ്പായിരുന്നു, അതെന്തൊരു കാഴ്ച. ഇതെല്ലാം മനസ്സിലാക്കി അപ്പോസ്തലൻ എഴുതുന്ന വാക്യമാണ് എബ്രായർ 12:2. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത്. അതുകൊണ്ട് സന്തോഷത്തോട് ചേർന്ന് അല്പം സങ്കടങ്ങളും കൂടെ ഇടകലർത്തി കൈകാര്യം ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസം. ഇനി നമ്മളിത് വെറുതെ എന്ന് പറഞ്ഞു പോകല്ലോ, വചനത്തിൽ നിന്ന് നോക്കണം. സന്തോഷത്തിന് എത്ര വലിപ്പമുണ്ട്, ദുഃഖത്തിന് എത്ര വലിപ്പമുണ്ട്. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എടുക്കാം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 17-ാം വാക്യം. അപ്പം സങ്കടത്തിന് എത്ര വലിപ്പമുണ്ട്? നൊടി നേരത്തേക്കേ ഉള്ളൂ, അത് ലഘുവാണ്. നമ്മുടെ സങ്കടങ്ങൾ നൊടി നേരത്തേക്കേ ഉള്ളൂ, അത് ലഘുവാണ്. എന്നാൽ സന്തോഷം എത്രയുണ്ട്? വായിച്ചോ, അതിന്റെ ബാക്കി വായിച്ചാണ്. എന്ന് പറഞ്ഞാൽ വാക്കുകൾ കിട്ടാതെ വിഷമിക്കും. സാഹിത്യകാരന്മാരുടെ ഒരു പ്രയോഗമാണ് വാക്കുകൾ വഴിമുട്ടുന്നു ആശയത്തിന്റെ ഖനം കാരണം. ആശയത്തിന്റെ ഖനം കാരണം വാക്കുകൾ വഴിമുട്ടുന്നു. സാഹിത്യകാരന്മാരുടെ വാക്കാണ്. നോക്കൂ, അതായിട്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത്യന്തം അനവധി, രണ്ടും ഒന്ന് തന്നെയല്ലേ? അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യ ഖനം. ഖനം, തേജസ്സിന് ഖനമുണ്ടോ? തേജസ്സിന് ഖനമുണ്ടോ? ഉണ്ട്, ഉണ്ട്. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. അപ്പൊ ചന്ദ്രന്റെ തേജസ്സിനേക്കാൾ എത്ര ഇരട്ടി ഖനമുണ്ട് സൂര്യന്റെ തേജസ്, ഇല്ലേ? ചന്ദ്രൻ ഫുള്ളായിട്ട് ശോഭിച്ച് വയ്ക്കുമ്പോഴും നമുക്ക് നോക്കാം, അത്രയ്ക്ക് അതിന് തിക്നെസ് ഇല്ല, കട്ടിയില്ല, വോൾട്ടേജ് ഇല്ല. എന്നാൽ സൂര്യന്റെ തേജസ് നമുക്ക് നോക്കാൻ വയ്യ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസം. സ്തുതിക്കും, സ്തുതിക്കും, സ്തുതിക്കും. അപ്പോ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യ ഖനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഒന്നുകൂടി ഒന്ന് 2 മിനിറ്റൂടെ ഉള്ളൊന്നുകൂടി നന്നായി ശ്രദ്ധിക്കണേ.
കർത്താവ് പോലും മനുഷ്യനായി ഭൂമി വന്ന കർത്താവ് പോലും ഈ സങ്കടത്തെ കൈകാര്യം ചെയ്തത് എന്ത് കണ്ടോണ്ടാണ്? സന്തോഷം കണ്ടോണ്ടാണ് അല്ലേ? തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം കണ്ടുകൊണ്ട് അവൻ സങ്കടത്തെ എന്ത് ചെയ്തു? അലക്ഷ്യമാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തു. അതുപോലെ മറ്റൊരാളെ കാണുന്നു പൗലോസ്. അദ്ദേഹം എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്? 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് പറയുകയാണ്, നോടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാണ്. Praise God, praise God, praise God, praise God, praise God, praise God. സന്ദേശം ഇവിടെ അവസാനിപ്പിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് ഇവിടെ നമ്മെ പിടിച്ച് നിർത്തുന്നത്. അതിവിടെ വായിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. റോമർ 8:18. റോമർ 8:18 18. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. അപ്പം എന്തിന്റെ വെളിച്ചത്തിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? വെളിപ്പെടുവാനുള്ള തേജസ്സിന്റെ വെളിച്ചത്തിൽ. സ്തോത്രം, 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 സ്തോത്രം. ധ്യാനിക്കാൻ ആ സമയത്ത് ബൈബിളിൽ ഒത്തിരി വാക്യം കിടപ്പുണ്ട്. പക്ഷെ ആ വാക്യമൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കയറിയാലേ നമുക്ക് പ്രയോജനമുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ച ഈ കാലത്തിലെ കഷ്ടങ്ങൾ ആ തേജസ് കാണാനായിട്ടൊന്ന് കണ്ണടച്ചിട്ടാണ്. നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃത്തടം ആശ്വസിക്കൂ. നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃത്തടം ആശ്വസിക്കൂ. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു അന്നേ ഒരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എന്നെ ഒരുക്കിയല്ലോ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിസ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. ഓ നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിസ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും പരിഹാരം. യേശുവേ എൻ ദൈവമേ, നീ എന്നും പരിഹാരം. അനുഭവിച്ചു, നിസ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. ഓ നിന്ദാനം ഞാൻ എൻ ഹൃത്തടം ആശ്വസിക്കൂ. നിത്യതയോർത്തിടുമ്പോൾ എൻ ഹൃത്തടം ആശ്വസിക്കൂ. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എന്നെ ഒരുക്കിയല്ലോ. എന്റെ ആത്മാവിനു നിത്യജീവൻ യേശു എന്നെ ഒരുക്കിയല്ലോ. ആമേൻ. നിസ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു.
സന്തോഷം മാത്രമുള്ള ജീവിതമല്ല ക്രിസ്ത്യൻ. പക്ഷേ ഏതൊരു സങ്കടത്തെയും നിത്യതയുടെ സന്തോഷം കൊണ്ട് അതിജീവിക്കാൻ കഴിയുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇത് നാം പരിശീലിക്കണം. അതുകൊണ്ട് സന്തോഷം മാത്രം പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണമായില്ല. ഒരു വാക്കൂടെ പറയാം. സങ്കടം മാത്രവും പ്രതീക്ഷിക്കേണ്ട, അതിനിടയിൽ നല്ല സന്തോഷ വാർത്തകൾ ദൈവം നിനക്ക് തരാൻ മറക്കയില്ല. നിന്റെ മനസ്സിനെ തണുപ്പിക്കുന്ന, ജീവിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന, ആരോഗ്യപ്പെടുത്തുന്ന നല്ല 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 വാർത്തകളും ദൈവം നിനക്ക് തരാൻ മറക്കയില്ല മകളെ. ചിലപ്പോൾ ചില നാളുകൾക്ക് നീണ്ടുപോയിരിക്കും. യോസേഫ് കുണ്ടറയിൽ കിടന്ന ഇടയ്ക്കിടയ്ക്ക് ആരും കേൾക്കാതെ ചോദിച്ചു കാണും, എന്തിനൊരു പരിഹാരം വരും? ഞാൻ കണ്ട സ്വപ്നങ്ങൾക്ക് എന്നൊരു മറുപടി വരും? ഞാൻ ഒരു തെറ്റ് ചെയ്യാതെ ഇവിടെ കിടക്കുകയാണല്ലോ എന്ന് ആരും കേൾക്കാതെ രാത്രി 12 മണിക്ക് ദൈവത്തോട് അവൻ ചോദിച്ചു കാണും. പെട്ടെന്നാണ് ഒരു സന്തോഷ വാർത്തയുമായി ഒരു ദൂതൻ ഓടി ജയിലിലേക്ക് വരുന്നത്. യോസേഫേ, ഡ്രസ് മാറിക്കോ, നിന്റെ രാജാവ് വിളിക്കുന്നു. ഓ, എന്തൊരു വാർത്തയാണ്, എന്തൊരു വാർത്തയാണെന്ന് ജോസഫ് ചോദിച്ചു. എന്റെയോ? അതെ, നിന്റെ പേര് ജോസഫ് എന്നല്ലേ? അതെ, നിന്റെ നമ്പർ 312 അല്ലേ? ജയിലിൽ കിടക്കുന്നവർക്കൊക്കെ നമ്പറുണ്ട്. അതെ, എന്റെ നമ്പർ 312. അഡ്മിറ്റ് ആയി. എന്റെയോ? അതെ, നിന്റെ. സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാവാർക്കും ഉഷസ്സിലോ ആനന്ദ ഘോഷം വരും. പരിശുദ്ധാത്മാവ് പറയുന്നു, രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന ദിനങ്ങൾ ദൂരെയല്ല, ദൂരെയല്ല. രട്ടഴിച്ച് സന്തോഷം ഉടുപ്പിക്കുന്ന ദിനങ്ങൾ ദൂരെയല്ല. വിലാപത്തെ നൃത്തമാക്കുന്ന ദിനങ്ങൾ അകലെയല്ല. ശക്തിയോടെ ദൈവത്തെ മഹത്വം കൊടുക്കാമോ? മഹത്വം കൊടുക്കാം, മഹത്വം കൊടുക്കാം. വചനത്തെ എടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സത്യമായിട്ടും ഇത് നിറവേറും. എഴുതി വെച്ചുകൊള്ളു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കും. അത് സംഭവിക്കും.
പ്രാർത്ഥിക്കാം. കർത്താവിനോട് പറഞ്ഞാണ്, വചനത്തിന് നന്ദി പറഞ്ഞാണ്, ദൂതിന് നന്ദി പറഞ്ഞാണ്. എൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് മേരി പറഞ്ഞതുപോലെ ആ വചനം എനിക്ക് ഭവിക്കട്ടെ എന്ന് ഓരോരുത്തരും ദൈവത്തോട് പറ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഏലിയാച്ചൻ പ്രാർത്ഥിച്ചു.